കിം സരസ്വതി വ്യാസം ഗോജയമതീരെ ഓം തത്സത് ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. അപ്പൊ വീണ്ടും അനന്തപത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാരെയും കാണാനും കേൾക്കാനും സാധിക്കുന്നതിൽ വളരെ സന്തോഷം. എന്താ കേട്ടത്? ഇന്നത് വളരെ 5 കാര്യങ്ങൾ ഹിസ് ഗ്രേസ് ആദികർത്ത പ്രഭു പറഞ്ഞു ഇല്ലേ? സന്തോഷം കേൾക്കാൻ കർണപുടത്തിന് ഇമ്പം തരുന്ന 5 കാര്യങ്ങളാ പറഞ്ഞത് അല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു. അപ്പം വളരെ ഉപരിപ്ലവമായിട്ട് അങ്ങനെ തന്നെ പറയാം, ഭഗവത് സന്ദേശം എല്ലാരിലും എത്തിച്ചേരുന്നു എന്ന് ഇന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമാണ്. രഥയാത്ര എന്നാ ഡേറ്റ് പറഞ്ഞത്? 27 പ്രഭു, അടുത്ത മാസം. അടുത്ത മാസം 20 ദിവസങ്ങളുണ്ട്. അപ്പം 27. ജൂൺ 27. അതെ. അതിനു മുമ്പ് ഒരു ടാസ്ക് തരിക. മിക്കവാറും പേർക്കറിയാം, എന്നാലും ടാസ്ക് എന്ന് പറയാം. ഒരു ശ്ലോകം കാണാതെ പഠിക്കണം. ഏത് ശ്ലോകമായിരിക്കും കാണാതെ പഠിക്കാൻ പറയും എന്ന് ചിന്തിക്കുന്നത്? ഏത് ശ്ലോകമായിരിക്കണം? ഒരു ശ്ലോകം, എപ്പോഴും ഞാൻ പറയുന്നൊരു ശ്ലോകമാണ്. എഴുതി വച്ചാട്ടോ. അതിനു മുമ്പായിട്ട് കാണാതെ പഠിക്കണം. 10.21.5 10.21.5 ഈ ശ്ലോകം പറയുമ്പോൾ ഇതെനിക്ക് അറിയാവുന്നത് പറയും എല്ലാവരും. 10.21.5 ബർഹാപീഠം നടവരബഹു കന്നിയോ കന്നികാരം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഏത് പ്രഭു? ഒന്നും കൂടെ പറഞ്ഞേ പ്രഭു. 10.21.5 5ാമത്തെ ശ്ലോകം, ദശമസ്കന്ധം 21ാമത്തെ അധ്യായം 5ാമത്തെ ശ്ലോകം. ബർഹാപീഠം നടവരബഹു കന്നിയോ കന്നികാരം. ഭഗവാന്റെ വർണ്ണനയാണ്. പല പ്രാവശ്യം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രഥയാത്രയുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട ശ്ലോകമാണ്. മഹാപ്രഭു ഒരു ഭക്തനോട് തന്റെ അനുകമ്പ കാണിച്ചതാണ് ഈ ശ്ലോകം കേട്ടതിലൂടെ. അതുകൊണ്ട് ഈ ശ്ലോകം കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെക്കണം. പ്രഭു, അത് ഭാഗവതത്തിലുള്ളതാണോ? ഹരേ കൃഷ്ണ. അതെ, ഭാഗവതത്തിൽ ദശമസ്കന്ധം 21ാമത്തെ അധ്യായം 5ാമത്തെ ശ്ലോകം. ഭാഗവതം ഇല്ല പ്രഭു, അപ്പൊ അതെങ്ങനെ? ഇല്ലാത്തവർക്ക് ഗോവിന്ദരാജ് ഭാഗവതം ഇല്ലാത്തവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് ആദികർത്ത പ്രഭു ഈ ശ്ലോകം ഇടും. ഇല്ല, ഇടുന്നതായിരിക്കും. ഇല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അത്ര തന്നെ ഉള്ളു. കഴിഞ്ഞു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാ? ഓർമ്മ ഉണ്ടാവുമോ? എന്തൊക്കെയോ എവിടേക്കോ ഏതൊക്കെയോ പറഞ്ഞു ഇല്ലേ? അങ്ങനല്ലേ? നമ്മൾ ഇതിനിടയ്ക്ക് 2 ഗുണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇല്ലേ? ദൈവീയ ഗുണവും ആസുരീയ ഗുണവും. ഈ ഭൂമിയിൽ മനുഷ്യന് 2 ഗുണങ്ങളേ ഉള്ളൂ. ഒന്ന് ദൈവീയ ഗുണവും 2 ആസുരീയ ഗുണവും. നമുക്ക് ഏത് ഗുണമാണ് വേണ്ടത്? ദൈവീയ ഗുണം. ദൈവീയ ഗുണം. ശരി. ദൈവീയ ഗുണം ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ദൈവീയ ഗുണം വേണമെന്ന് പറഞ്ഞു, ആസുരീയ ഗുണം വേണ്ട എന്നും പറഞ്ഞു. അതിനർത്ഥം ആസുരീയ ഗുണം വേണ്ട എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ഈശ്വരനെ അറിയണമെങ്കിൽ ദൈവിക ഗുണം വേണം. ഹരേ കൃഷ്ണ പ്രഭു. ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവീയ ഗുണം വേണം. ഓക്കെ, ശരി. അടുത്തത് പറഞ്ഞാട്ടെ, വെറുതെ പറഞ്ഞാട്ടെ. ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവീയ ഗുണം വേണം. ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. വെരി ഗുഡ്. ഇനി
മറ്റുള്ളവരിൽ നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണമെന്നും ദൈവിക മറ്റുള്ളവരിൽ നന്മ ഉണ്ടാകണമെന്നും ആഗ്രഹമുണ്ട്. ങ്ങളോടും കൃഷ്ണ എന്തോ പ്രേമം കിട്ടാൻ എല്ലാ ജീവജാലങ്ങളോടും ഉം. സമമായി എല്ലാ എല്ലാ ജീവജാലങ്ങളോടും നല്ല രീതിയിൽ പെരുമാറാൻ. പെരുമാറുക. കൃഷ്ണ പ്രേമം കിട്ടാൻ കൃഷ്ണപ്രേമം കിട്ടാൻ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുക. പ്രസ്താവനകളാണ്. പക്ഷേ ഒന്നുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ജന്മം വേണ്ട, രാവണന് എന്തോ പറഞ്ഞോട്ടെ ഇനിയൊരു ജന്മം വേണ്ട കൃഷ്ണൻ. എന്തോ അതാണ് പുതിയൊരു ജന്മം ഇനി വേണ്ട. പുതിയൊരു ജന്മം ഇനി വേണ്ട. ശരി. ഇതെല്ലാം ഈ പ്രസ്താവനകളെല്ലാം വന്നു നിൽക്കുന്നത് മറ്റൊരു പോയിന്റിലേക്കാണ്. അപ്പം പറഞ്ഞു ഭഗവാനിലേക്ക് എത്താൻ ഇനിയൊരു ജന്മം വേണ്ട. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇനി ജന്മം വേണ്ട. എന്തുകൊണ്ട്? ശരി, മാതാജി പറഞ്ഞു ഇനിയൊരു ജന്മം വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഒരു പോയിന്റ് പറഞ്ഞാൽ മതി, കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. പറഞ്ഞേട്ടെ. മനുഷ്യജന്മം പല പല പ്രശ്നങ്ങളും ഇങ്ങനെ കിടന്നു നോട്ട് ദ പോയിന്റ്. പല പല പ്രശ്നങ്ങളിലൂടെ സങ്കീർണമായ ഒരു ജീവിതമാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. വളരെ സങ്കീർണമാണ്. നോക്കൂ, പക്ഷിമൃഗാദികൾ പോലും രാവിലെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ പാർപ്പിടം കാണാത്ത അവസ്ഥയാണ് നാം എടുക്കുന്നത്. ആണോ അല്ലേ? അതെ അതെ. അവര് സുഖമായിട്ട് താമസിക്കാൻ, സുഖമായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് സുഖമായിട്ട് വന്ന് വിശ്രമിക്കാൻ എത്തുമ്പോൾ അവര് രാവിലെ പോയ പാർപ്പിടം കാണാനില്ല. അവരുടെ ഹൃദയവും തേങ്ങും, അവരുടെ മനസ്സും തേങ്ങും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതാണ് ഈ രാത്രി കേൾക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ രാത്രി അന്തി ഉറങ്ങും? എവിടെ ഉറങ്ങും? നമ്മുടെ പാർപ്പിടം എവിടെ പോയി? അവരുടെ ഓർമ്മശക്തി ഒന്നും നശിച്ചില്ല. അവർ കൃത്യമായ സ്ഥലത്തേക്കാണ് തിരിച്ചെത്തിയത്. പക്ഷേ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെന്നല്ല, പക്ഷിമൃഗാദികൾ പോലും ഒരു ആകാംക്ഷയിലാണ്. ആണോ അല്ലേ? എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത്. ശരിയോ തെറ്റോ? ശരിയാ പ്രഭു, ശരിയാ. രാക്ഷസീയ ഗുണമുള്ള ഒരു വ്യക്തിക്കും ഇത് തന്നെയാണ്. എപ്പോഴും ഭയത്തിന്റെ പുറത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഭയത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാവണൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, കംസൻ, ഇവരെല്ലാം ഓരോ ദിവസവും സത്യത്തിന് ഭയത്തിലൂടെയായിരുന്നു പോയിരുന്നത്. സുഖകരമായിട്ട് അവർ ഉറങ്ങിയിട്ടില്ല. ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ ദൈവീയ ഗുണം ആർജിച്ച ഒരു വ്യക്തിക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാകില്ല. കാര്യം അവൻ സുഖമായിട്ട് ഉറങ്ങാൻ പ്രാപ്തനാകും. എന്തുകൊണ്ടാ? കൗന്ദയ പ്രതിജാനീഹി പ്രതിജാനീഹി ഈ ശ്ലോകം കൃത്യമായിട്ട് കാണാതെ പഠിക്കേണ്ടതാണ്. കാര്യം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഇത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭഗവാൻ നമുക്ക് തരുന്ന ഒരു ഉറപ്പ് എന്താ? കൗന്ദേയ പ്രതിജാനീഹി. ഒരു കാര്യം ഉറപ്പിച്ചു വെക്കൂ അർജുന, ദീപുത്ര, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ. എന്താ? മറന്നുപോയി. കേൾക്കുന്നുണ്ടല്ലോ. നമേ ഭക്ത്യാ പ്രണശ്യതി. ഒരു ഭക്തൻ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിരുന്നു പ്രഹ്ലാദ മഹാരാജിന്റെ അടുത്ത്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ധ്രുവ മഹാരാജന്റെ അടുത്ത്. ആണോ അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിരുന്നു അർജുനന്റെ അടുത്ത്. ആണോ അല്ലേ?
ആന്ന് പ്രഭു. അപ്പം അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം നാളെ എന്തെന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. അപ്പോൾ നമുക്ക് ഭയരഹിതമായി ജീവിക്കാൻ എന്താവശ്യമാണ്? എന്താവശ്യം? ദൈവിക ഗുണം ആവശ്യമാണ്. ഇത്രയുള്ള കാര്യം. ജീവിതത്തിലെ ഭയങ്ങളെ മാറ്റി നിർത്താൻ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഏത് ഗുണം ആവശ്യമാണ്? ദൈവിക ഗുണം. ദൈവിക ഗുണം ആവശ്യം. അതാണ് 16-ാമത്തെ അധ്യായത്തിലെ ദേവാസുര വിഭാഗ യോഗത്തില് ഭഗവാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യ ശ്ലോകത്തിലൂടെ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. ഒന്ന് എടുത്താട്ട് ആ ശ്ലോകം ഒന്നുകൂടെ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇല്ലാതാവേണ്ട ഒന്ന് ഭയമാണ്. ഭയമില്ലായ്മയാണ് നമുക്ക് വേണ്ടത്. ആ ഭയം എടുത്തോ. ഹരേ കൃഷ്ണ. ആ. മൂന്ന് ശ്ലോകം ഉണ്ടല്ലോ. ആദ്യത്തെ ശ്ലോകം വായിച്ചേട്ടാ. വായിച്ചേട്ടാ, ഫുള്ള് വായിച്ചേട്ടാ. ഭഗവാനുവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമച്ച യജ്ഞച്ച സ്വാധ്യായസ്തവ ആർജവം. അടുത്ത് വായിക്കാനോ? അഹിംസ സത്യമാ ക്രോധ ത്യാഗ പൈശുനം ദയാ ഭൂതേശ്വലോലുപ്തം മാർദ്ദവം ഹ്രീരചാപലം തേജാശമാധൃതി ശൗച മദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവി ആഭിരസ്യ ഭാരത. ഹരേ കൃഷ്ണ. അതില് വിവർത്തനം വായിച്ചാട്ടെ. ഇത് വായിക്കാം. വിവർത്തനം വായിച്ചാട്ടെ. വിവർത്തനം വായിച്ചാട്ടെ. പരമദിവ്യോത്തമ പുരുഷൻ കീർത്തനോ? വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിര നിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവീയ ഗുണത്തെ പറ്റി ഭഗവാൻ ആദ്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ വേണമെന്ന്. അതിലെ ഫസ്റ്റ് വേർഡാണ് പറഞ്ഞത് അഭയം, ഭയമില്ലായ്മ. ഭയസത്വമാകുന്ന ഭയസത്വം. എല്ലാത്തിനും ഒരു വ്യക്തിഗത ഭാവമുണ്ട്, പേഴ്സണിഫൈഡ് ഫോമുണ്ട്. ഭയം ഉളവാക്കുന്ന ഭയം സത്വം പോലും ഭയക്കപ്പെടുന്ന ഭഗവാൻ. എന്തുകൊണ്ടാ ഭയസത്വം പോലും, ഭയാനകമായ ഭയസത്വം പോലും ഭയക്കപ്പെടുന്ന ഭഗവാൻ എന്ന് പറയുമ്പം ഭഗവാൻ അത്ര ഭീകരരൂപിയാണോ? ആണോ? ഭയതത്വം എന്ന് പറഞ്ഞാൽ യമരാജാണ്. യമരാജ് ഭഗവാന്റെ ആശ്രിതനാണ്. അതും ആ രീതിയിൽ അല്ല ഞാൻ ചോദിച്ചത്. ശരിയാ, ഭഗവാൻ അത്ര ഭീകരരൂപിയാണോ ഞാൻ ചോദിച്ചത്. അല്ല. പിന്നെന്തുകൊണ്ട് അങ്ങനെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭയസത്വം പോലും പേടിക്കുമെന്ന് പറയുന്നത്? ഭഗവാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ലളിതസുന്ദരമായൊരു ഭാവമുണ്ട്. ഏതാണ്? ത്രിഭംഗ ലളിതം, അതായത് കുച്ചിപ്പുടി. ഭഗവാന്റെ ആ രൂപമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ത്രിഭംഗ ലളിതം, ഒരു കാലിന്മേൽ ഒരു കാലൊന്ന് പിണഞ്ഞു വെച്ച്
ഇഴിപ്പൊന്ന് അരക്കെട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് ലാസ്യഭാവത്തോടെ ആലസ്യത്തോടെ പുല്ലാങ്കുഴലും വായിച്ചു നിൽക്കുന്ന ആ ഒരു ഭാവം ത്രിഭംഗലളിതമായി കസ്തൂരി തിലകം ലലാട പടലി വട്ടസ്ഥലി കൗസ്തഭം നാസാഗരേ വരമൂർത്തിയം കരതലേ വീണു കരയങ്കണം സർവാംഗേ ഹരിചന്ദനം സുരളിതം കണ്ടേജമുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതു വിജയതേ ഗോപാലചൂടാം. ആ ഒരു ഭാവം ഭക്തജനങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. വളരെ സുന്ദരമായിരിക്കും. അതേസമയം ഭഗവാനെ ഈ ഒരു രൂപത്തിൽ ഭഗവാനെ എങ്ങനെയാണോ ഭക്തജനങ്ങൾ കാണുന്നത്, അതേ സമയം തന്നെ സെയിം മൊമെന്റിൽ ആസുരീയരായിട്ടുള്ള ജനങ്ങൾ അർജുനന്റെ മുന്നിൽ ഭഗവാൻ വിരാട പുരുഷ രൂപം കാണിച്ചു കൊടുത്തു. അതിലെന്താ കണ്ടത്? അർജുനൻ എപ്പോഴാണ് ഭയപ്പെട്ടത്? ആ രൂപത്തിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അർജുനൻ ഭയപ്പെട്ടു. എന്താ? കാലം 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 എന്തോ കാലം ആ എന്താ അവിടെ ദൃശ്യപ്പെട്ടത്? അർജുനൻ എന്താ അവിടെ കാണുന്നത്? എല്ലാവിധ യോദ്ധാക്കളും അനേക സഹസ്രനയനം നാരായണന്റെ വായിലേക്ക് പോയിട്ട് എല്ലാ ശിരസും എല്ലാം ചതഞ്ഞരയുന്ന പല്ലിന്റെ ഇടയിൽപ്പെട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ആസുരിക സ്വഭാവത്തിലുള്ളവര് ഈ ഒരു ദർശനമായിരിക്കും കിട്ടുന്നത്. അവൻ വളരെ ട്രിക്കി വേയാണ്. ഒരിക്കലും സുന്ദരമായ ദർശനം കൊടുക്കത്തില്ല. അവർ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഭയപ്പാടിൽ അവർ ഓടും. ലോകം മുഴുവൻ ഓടും. 360 ഡിഗ്രി ഓടും. കീഴ്മേൽ മറിയും. രാവണനെ കണ്ടതങ്ങനെയാണ്, കംസനെ കണ്ടതങ്ങനെയാണ്. ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയവര് സ്വസ്ഥമായിട്ടവർ ഉറങ്ങിയിട്ടില്ല. അതേസമയം നമുക്ക് സുഖകരമായ ഒരു ജീവിതത്തോടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സുഖകരമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ ഭയം എന്നൊരു വസ്തുത ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. അങ്ങനെ ഭയരഹിതമായൊരു ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവീയ ഗുണം വേണം. ആ ദൈവീയ ഗുണം എന്ന് പറയുന്നത് ഭഗവാനിലേക്കുള്ള അടുപ്പമാണ് ദൈവീയ ഗുണം എന്ന് പറയുന്നത്. ആ കുതോഭയം. അങ്ങനെ ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ ഉത്കണ്ഠകൾ നിൽക്കുകയും നമുക്ക് ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ്, ഏതിനെയും നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവുകയും ചെയ്യും. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. ഇങ്ങനെ ധൈര്യമായി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ ഭയരഹിതമായ ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെ സമീപിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. 1866 എടുത്താട്ടെ. ഹരേ കൃഷ്ണ. 1866 എടുത്ത. ഹരിബോൾ. വായിച്ചോട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. വിവർത്തനം ജസ്റ്റിലെ പ്രഭാഷീയം. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക. ഞാൻ നിന്നെ സകല പാവപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. അപ്പം ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും കിടന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭഗവാനേ കൃഷ്ണ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാക്കല്ലേ എന്നല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? കഷ്ടപ്പാടൊന്നും വരല്ലേ. മരണസമയത്ത് പോലും, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് പോലും പൂർവികര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് മന്ത്രം ജപിച്ച് കിടക്കണം എന്ന് പറയും? അനായാസേന ശ്രീകൃഷ്ണ മഹാമന്ത്രം. അനായാസേന മരണം വിനാദൈത്യേന അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹിമേ കൃപയാ വിഷ്ണു ത്വം ഭജഞ്ചലം. എന്തുകൊണ്ടാണ് ഇത് ചൊല്ലി കിടക്കാൻ പറയുന്നത്? ഉത്കണ്ഠ എന്താണെന്നറിയത്തില്ല. നാളെ എങ്ങനെ ഇവിടുന്ന് പോകുമെന്നറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ജപിച്ചിട്ട് കിടക്കാൻ പറയും. ഉത്കണ്ഠ. അപ്പം
മരിക്കുമ്പോൾ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. കാര്യം നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ കാണുന്നതെല്ലാം അങ്ങനെ. എത്ര തരത്തിലുള്ള മരണങ്ങളാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ അല്ലേ? ആണോ അല്ലേ? ആണ് പ്രഭു. ആണ് പ്രഭു. അതേസമയം നേരത്തെ പ്രഭു പറഞ്ഞതുപോലെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സർവ്വസമയവും ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഈ ഒരു ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കൃഷ്ണ, എങ്കിൽ ഭഗവാനെ എന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ക്ഷേത്രത്തിൽ പോയി ശ്രീകോവിൽ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ പറയുന്നതും ഇത് തന്നെയായിരിക്കും. എന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഗർഭസ്ഥ ശിശുവിന്റെ പ്രാർത്ഥനയും അതാണ്, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അപ്പം നമ്മുടെ സഫറിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മി, ജ്ഞാനി, യോഗി, ഈ 3 തരത്തിലാണ് പോകുന്നത്. കർമ്മികൾക്കാണ് ഇതുപോലെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കർമ്മികൾക്കാണ് ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് പറഞ്ഞത്? കർമ്മി, ജ്ഞാനി, യോഗി. കർമ്മി അവൻ എപ്പോഴും അവന്റെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അതിന്റെ നഷ്ടലാഭങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആണോ അല്ലേ? അതേസമയം ജ്ഞാനിയുടെ തലത്തിലേക്ക് ഉയരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഉയർച്ച, ജ്ഞാനം, അറിവ് സമ്പാദിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് പോകാനുള്ള ഒരു സ്റ്റേജിൽ അവരെത്തുമ്പോൾ ഈ കർമ്മ മേഖലയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കും. എന്നാൽ ഈ പ്രതിഫലങ്ങളിൽ, അതായത് വരുന്ന നഷ്ടവും ലാഭത്തിൽ നിന്നൊക്കെയുള്ള കുറച്ച് നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും. അതിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യോഗിയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉയരുന്നത്. യോഗി എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, എല്ലാത്തിനോടും ഒരു വിരക്തി എന്ന രീതിയിൽ മാറി നിൽക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഭയമില്ലാതെ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ക്ഷേമോ അകുതാഭയാ, ജീവിതത്തിൽ നമുക്ക് ഭയമില്ലാതാവുകയും ജീവിതത്തിന് ഒരു സുഖം കിട്ടുകയും ചെയ്യും. ശ്രീമദ് മഹാഭാഗവതം 6-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം എടുത്താട്ട്, 6:1-17 എടുത്താട്ട്, 6:1-17 എടുത്താട്ട്. ശ്രീമദ് മഹാഭാഗവതം 6-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം. കിട്ടിയ? ആറ് 1:17. ക്ഷേമോ അകുതാഭയാ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചേട്ടാ. ശ്രീമദ് ഭാഗവതം 6:1-17. സദൃശീനോ ഹി അയം യോഗേ പന്താഹ ക്ഷേമോ കുടോ ഭയ സുശീലാ സാധവോ യത്ര നാരായണ പരായണഃ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷേ ഉള്ളൂ. വായിച്ചേട്ടാ. മലയാളം വായിക്കണം. ട്രാൻസ്ലേഷൻ ജയശീല പ്രഭു. ഇംഗ്ലീഷ് വായിച്ചതിന് ശേഷം മലയാളം വായിക്കാം. ഇംഗ്ലീഷ് വായിച്ചേട്ടാ. Translation, Jashila Prabhupada. The path of followed by the pure devotees who are well behaved and fully endowed with the best qualifications is certainly the most auspicious path in this material world. It is free from fear and it is authorized by the Shastras. Hare Krishna. Free from fear and it is authorized by Shastras. മലയാളം വായിച്ചിട്ട് മാതാജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതർ കെ ജയ്.
നല്ല പെരുമാറ്റവും യോഗ്യതകളുമുള്ള പരിശുദ്ധ ഭക്തന്മാർ പിന്തുടരുന്ന പാതയാണ് തീർച്ചയായും ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും മംഗളകരമായ പാത. അത് ഭയരഹിതവും ശാസ്ത്രങ്ങളുടെ ആധികാരികതയുള്ളവയുമാണ്. ഹരേ കൃഷ്ണ. ആ. ശാസ്ത്രങ്ങളുടെ ആധികാരികതയുള്ളതുമാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രങ്ങളുടെ ആധികാരികത എന്ന് പറഞ്ഞത്? പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യുന്ന വരുന്നതിനെയാണ് ശാസ്ത്രങ്ങളുടെ ആധികാരികത എന്ന് പറയുന്നത്. ഇതാണ് പ്രമാണം. തസ്മാ ശാസ്ത്രം പ്രമാണം തേ. പ്രമാണം കൊണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രമാണം കൊണ്ടുവരിക. ഇത് പ്രൂവ്ഡ് ആയിരിക്കണം. ഭാഗവതത്തിലെ ഓരോ സെന്റൻസും അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഭഗവാന്റെ ഓരോ വാക്കുകളും ഫിസിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പൊ ആധികാരികതയുടെ വെളിച്ചത്തിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാവൂ. അല്ലാതെ റോഡേ പോകുന്നവർ പറയുന്ന പോലെയല്ല നമ്മൾ ശാസ്ത്രത്തെ കാണേണ്ടത്. അപ്പൊ അവിടെ വഴിപാട് ഇടപാടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയരഹിതമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നർത്ഥം. ശ്രീമദ് മഹാഭാഗവതം 7:5-33 എടുത്താട്ടെ. 7:5-33. 7-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകം. ഉം. 7:5-30. ആ, എത്ര സ്കന്ധം എനിക്ക് എൻ്റെ അടുത്ത് വെക്കണം ഈ രാവിലെ, അല്ലേ? ശരിയാണ്. ആ, വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ ഗുരുജി. ആ. നാഥേ വിധോ സ്വദ സ്വാർത്ഥഗതിം ഹി വിഷ്ണു ദുരസയായേ ബഹിരത്തമാനിനാം അന്തയദാന്തൈർ ഉപനിയമനാസ്തേപിഷാ തന്ത്രം ഉരുധാമിനേ ബദ്ധഃ. ഹരേ കൃഷ്ണ. Translation Jai Srila Prabhupada. Person who are strongly entrapped by the consciousness of enjoying material life and who have therefore accepted as their leader or guru a similar blind man attached to external sense objects cannot understand that the goal of life is to return home, back to Godhead, and engage in the service of the Lord Vishnu, as blind men guided by another blind man miss the right path and fail into the ditch. Materially attached men led by another materially attached man are bound by the ropes of fruitive labor, which are made of very strong cords, and they continue again and again in the materialistic life, suffering the threefold miseries. Hare Krishna. അപ്പം ഭയരഹിതമായ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ സമീപിക്കണം. ആ ഭഗവാനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വഴിയെ പോകുന്നവര് പറയുന്നത് കേട്ടിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്. ആധികാരികമായൊരു ജ്ഞാനം നമുക്കുണ്ടാകണം. ശാസ്ത്രത്തിന്റെ ആധികാരികമായ ജ്ഞാനം, അതാണ്, അതായത് ശാസ്ത്രബോധം നമുക്കുണ്ടാകണം. എങ്ങനെയാണ് ശാസ്ത്രബോധം ഉണ്ടാകേണ്ടത്? എങ്ങനെ? ഇവിടെ എന്താ പറഞ്ഞത്? ഗുരുവിൽ കൂടി. ഗുരുവിൽ കൂടി. അതെങ്ങനെയുള്ള ഗുരു ആയിരിക്കണം? ബോണഫൈഡ് ഗുരു. ബോണഫൈഡ് ഗുരു ആയിരിക്കും. ഏവം പരമ്പരാപ്രാപ്തം. ഇതും ഭഗവാൻ അർജുനോട് ഫിസിക്കലി പ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എനിക്കും നിനക്കും അനേക ജന്മങ്ങളുണ്ട്, ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു 4-ാം അധ്യായത്തിലല്ലേ, ഞാൻ ആദ്യം അല്ലേ അവിടുന്ന് തുടങ്ങിയാണ് പരമ്പര പറഞ്ഞിരിക്കുകയാണ്. മനു ഇക്ഷ്വാകുവിൽ നിന്നും, ഇക്ഷ്വാകു മനുവിൽ നിന്നും, അല്ലേ, ആ ശ്ലോകം തുടങ്ങുകയാണ്. ആപ്റ്റായിരിക്കണം, ഓതന്റിക് ആയിരിക്കണം. മലയാളം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉണ്ട് പ്രഭു. വായിച്ചാട്ടെ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ഭൗതിക ജീവിതം ആസ്വദിക്കുവാനുള്ള അവബോധത്തിൽ ശക്തമായി ഒരുക്കപ്പെട്ട വ്യക്തികൾ അവരെ പോലെ തന്നെ ബാഹ്യമായ ഇന്ദ്രിയ വസ്തുക്കളിൽ ആസക്തനായ ഒരന്ധനെ അവരുടെ നേതാവായോ ഗുരുവായോ സ്വീകരിക്കുന്നതിനാൽ
ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയും വിഷ്ണു ഭഗവാന്റെ സേവനത്തിൽ മുഴുകുകയുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അന്ധനായി നയിക്കപ്പെടുന്ന അന്ധൻ ശരിയായ പാത തിരിച്ചറിയാനാകാതെ കുഴിയിൽ വീഴുന്നത് പോലെ ആസക്തരായ ആളുകൾ വിഷയാസക്തനായ മറ്റൊരു മനുഷ്യനാൽ നയിക്കപ്പെടുന്നതിനാൽ ശക്തമായ ഇഴകളാൽ നിർമ്മിക്കപ്പെട്ട കാമ്യകർമ്മങ്ങളുടെ പാശങ്ങളാൽ ബന്ധിതരാവുകയും ത്രിവിധ ക്ലേശങ്ങൾ സഹിച്ച് വീണ്ടും വീണ്ടും ഭൗതിക ജീവിതത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവിധ ക്ലേശങ്ങൾ സഹിച്ച് വീണ്ടും 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 ഭൗതിക ജീവിതത്തിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. ഇത് വളരെ ഉദാഹരണമായി തന്നെ ഇവിടെ കാണുന്നതാണ്, നമ്മുടെ ചുറ്റുവട്ടവും കാണുന്നതാണ്. അനുഭവത്തിൽ പറയാം, വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. സത്സംഗങ്ങളിൽ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും വെറുതെ അതിഥികളായിട്ട് വരുന്നവരൊക്കെ കാണാം, ഇല്ലേ? ശരിയല്ലേ? ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഒരു സത്സംഗം എന്ന് പറയുന്നത്. ആണോ അല്ലേ? വിശ്വസിച്ച് വരാം, വിശ്വസിക്കാതെ വരാം, പ്രസാദം കഴിക്കാൻ വേണ്ടി വരാം, എന്നാ 4 പേരൊന്ന് കാണാൻ വേണ്ടിയിട്ട് വരാം. ആഴ്ച 6 ദിവസം വീട്ടിൽ തന്നെ ഇരുന്നല്ലേ, ജോലി ചെയ്തല്ലേ, 10 പേരെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് വരാം, ഇല്ലേ? ആണോ അല്ലേ? രീതിയിലുള്ള ചിന്തകളിലൂടെ ആയിരിക്കും വരുന്നത്. അങ്ങനെ കുറെ പേര് കൂടിയ ഒരു സത്സംഗം, അതിൽ കുറച്ച് പേര് പിന്നീട് സൗഹൃദത്തിലായി. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഒരു കുടുംബം നല്ല രീതിയിൽ ഈ ഒരു പാതയിലൂടെ നടക്കണം, ചലിക്കണം എന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തോടെ മുന്നോട്ട് വരികയാണ്. അവര് വെജിറ്റേറിയൻ ആകുന്നു, 4 നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 റൗണ്ട് ജപിക്കുന്നു, തൻ്റെ കുട്ടികളെ ആ രീതിയിൽ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ അവർ ശ്രമിക്കുന്നു. ഭാഗ്യവശാൽ ആ കുട്ടികൾ അത് ഫോളോ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, അവർ അതേപോലെ തന്നെ പോകുന്നു. പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായി തുടങ്ങും. നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ അവർ ഐഡന്റിഫൈ ചെയ്യും, അതായത് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇവര് വളരെ വിഷമത്തോടെ അവരുടെ സീനിയർ ഡിവോട്ടീസിനായിട്ട് ബന്ധപ്പെടുന്നു. പ്രശ്നങ്ങളൊക്കെ ആണല്ലോ, സങ്കടം, അവരുടെ സങ്കടം പറയുന്നു. ഈ സമയത്താണ് അവരുമായിട്ട് സൗഹൃദത്തിലായ മറ്റൊരു കുടുംബം ഈ വീട്ടിലെത്തുന്നതും അവരതേ സമയം ജസ്റ്റ് വന്നു പോകുന്നു. അല്ലെങ്കിൽ അവർ ആ സത്സംഗം കൊള്ളാം, അക്കാഴ്ചയിൽ വളരെ പഞ്ച്വലാണ്, എല്ലാ ആഴ്ചയും വരും. അപ്പൊ അവര് ജീവിതത്തിൽ സുഖമായിട്ട് കഴിയുന്നു. ഇവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഓ മാതാജി പ്രഭു, ഇത്രയൊക്കെ വേണം, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യാറുള്ളേ, നമ്മുടെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, നല്ല ഡിഗ്രിയൊക്കെ ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഈ ഒരു കുടുംബത്തിന്റെ ചിന്ത? എന്തായിരിക്കും? പക്ക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. പക്ക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അവര് സങ്കടപ്പെട്ടു. ഈ പറയുന്നത് പോലെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പം വീട്ടില് ഭാര്യ കുറച്ച് പുറമോട്ട് വന്നു തുടങ്ങി എന്ന് പറഞ്ഞു. പുറമോട്ട് വരാനുള്ള കാരണം എന്താ? ഈ ഒരു പുതിയ ഒരാൾ അവിടെ വന്നു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊന്നും ചെയ്യുന്നില്ലേ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതിനെ കഴിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കും, അവരിങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ മാത്രമാണ്, ഞാൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭർത്താവ് വല്ലാത്തൊരവസ്ഥയിലായി, വിഷമത്തിലായി. പ്രഭു ഒരു ദിവസം വീട്ടിലോട്ട് വരണം, സംസാരിക്കണം. ശരി, ഭാഗ്യവശാൽ അവർ വീണ്ടും ഈ പാതയിലേക്ക് തന്നെ വന്നു. അവരുടെ ആ തെറ്റിദ്ധാരണകളെല്ലാം ആ സമയത്ത് നീങ്ങി. ഇനി നമ്മൾ ഈ പുറം ലോകത്ത് നിന്ന് കണ്ട്, പുറമേ നിന്ന് കണ്ട് അവർ സുഖമായിട്ട് കഴിയുന്നു എന്ന അവരുടെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് നോക്കി.
ഈ പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല. അവരും ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. ഇത്രയുള്ള കാര്യം. അവര് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അതേസമയം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യാനുള്ള മടി കൊണ്ട് അവരതിനെ ജസ്റ്റിഫൈ ചെയ്ത് കാണുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവര് അനുഗമിച്ചു വന്ന അല്ലെങ്കിൽ ആചരിച്ചു വന്ന ശീലങ്ങളെ മാറ്റി നിർത്താൻ അവർ താല്പര്യപ്പെടാത്തത് കൊണ്ട് അവരൊരു ന്യായീകരണത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ സംഭവിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അന്ധനായ ഒരു നേരത്തെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? അതായത് അന്ധനായ ഒരു ഗുരു വേറൊരു അന്ധനെ നയിക്കുന്നത് പോലെ. അന്ധനായ ഗുരു വേറൊരു അന്ധനെ നയിക്കുന്നത് പോലെയാണ്. ഇത് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം എല്ലായിടത്തും കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പം ജീവിതത്തിന്റെ ശാസ്ത്രപ്രമാണം ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെന്നും ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളാമെന്നും ഉള്ളത് ഓതന്റിക് ആയിട്ടുള്ള ഗുരുവിനിലൂടെ കേട്ടുകഴിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ മറ്റു സത്സംഗങ്ങളിൽ എന്തുകൊണ്ട് ആള് കൂടുന്നു? ഒരുപാട് ചാനൽ അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് കൂടുന്നു? അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നില്ല. അതുകൊണ്ടാണ്. കാര്യം നമുക്ക് തോന്നിവാസം പോലെ ജീവിക്കാമെന്നർത്ഥം. ഇവിടെ ഭഗവാനുമായിട്ട് ദൈവീയ ഗുണം ആർജിക്കുമ്പോൾ വീണ്ടും വരുന്നു, 3 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം 3 കാര്യങ്ങളെ മാറ്റി നിർത്തണം. നരകത്തിൻ്റെതായ ആ 3 കവാടങ്ങൾ ഏതാണ്? 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരിക. 16-21 എടുത്താട്ടെ. 16-21 ത്രിവിധം നരകസ്യേദം ഭഗവത്ഗീത 16-21. ത്രിവിധം നരകസ്വേദം. ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനാമാത്മന കാമക്രോധസ്തത ലോഭസ്ത മദേതത്രയം. അതിന്റെ വിവർത്തനം നരകത്തിന് കവാടങ്ങൾ നരകത്തിന് കവാടങ്ങൾ 3 ഉണ്ട്. കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം. കാരണം അവ ആത്മാവിന്റെ അധപ്പതനത്തിന് വഴിതെളിക്കും. കാമം, ക്രോധം, ലോഭം, ഈ 3 എണ്ണത്തിനകത്താണ് ബാക്കിയെല്ലാം വരുന്നത്. നമ്മള് 6 ശത്രുക്കള്: കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യം. ഇല്ലേ? ഇത്രയല്ലേ? അതില് ആദ്യത്തെ 3-ൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. ആ 3 എണ്ണം ഏതൊക്കെയാ? ഇതിനെ നരകത്തിന്റെ 3 കവാടങ്ങൾ എന്ന് പറയും. അപ്പോൾ തീരുമാനിക്കാം, ഈ 3 എണ്ണം ഏതൊരാൾക്കുണ്ടാകുന്നുവോ ആ 3 പേർക്ക് ആ വ്യക്തിക്ക് എന്തുറപ്പാ? നരകം ഉറപ്പാ. ഇത്രയുള്ള കാര്യം. അപ്പം നമ്മള് സ്വർഗത്തിലോട്ട് പോകുന്നോ നരകത്തിലോട്ട് പോകുന്നൊക്കെ ആൾക്കാർ ചോദിക്കാറില്ലേ? തീരുമാനിച്ചു, സ്വയം തീരുമാനിക്കാം. ഓപ്പൺ എക്സാമാ. നമ്മൾ തന്നെ ചോദ്യത്തിന് ഉത്തരം ചോദ്യം വായിക്കുന്നു, നമ്മൾ തന്നെ ഉത്തരം എഴുതുന്നു, നമ്മൾ തന്നെ മാർക്കിടുന്നു. അപ്പൊ നമ്മൾ മാർക്കിട്ട് എവിടാ? ഈ 3 എണ്ണം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വേറെ എങ്ങും പോകത്തില്ല. ഗ്യാരണ്ടിയാണ്. വളരെ സന്തോഷമായിട്ടിരിക്കാം. എവിടെ പോകാം? നരകത്തിൽ പോകാം. ഇത്രയേ ഉള്ളൂ. കാമം, ക്രോധം, ലോഭം. അതുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞേ? ബുദ്ധിയുള്ളവര്. അർജുന, ബുദ്ധിയുള്ളവനാണെങ്കിൽ ഈ 3-നെയും മാറ്റി നിർത്തണം, ഉപേക്ഷിക്കണം. കാരണം ഇവ ആത്മാവിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും. ജീവാത്മാവിനെ ശരിയായ രീതിയിൽ നയിക്കില്ല എന്നർത്ഥം.
പരമാത്മാവ് ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ടാണ് ദർശനം വേണ്ടത്. ആ ഒരു ദർശനത്തിലേക്ക്, ആ പാതയിലേക്ക് ജീവാത്മാവിനെ വഴിതെളിക്കത്തില്ല എന്നർത്ഥം. ജീവാത്മാവിനെ തിരിച്ചു പറഞ്ഞു വിടും ഈ 3 കാര്യങ്ങൾ: കാമം, ക്രോധം, ലോഭം. അതില് ആദ്യത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നുണ്ട് പരദൂഷണം. ഈ 3 ഉണ്ടായത് കൊണ്ടാണ് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയ മറ്റൊരു സംഭവം നമുക്ക് ഉണ്ടാകുന്നത്. ഏതാണ്? പരദൂഷണം. എന്താ പരദൂഷണം? എന്താ പരദൂഷണം? അസൂയയിലുണ്ടാവുന്ന ആ ആ പരദൂഷണത്തെ പറ്റി ചർവാക മുനിയുടെ നിർവചനം എന്താണെന്ന് അറിയാമോ? ഒരു വ്യക്തി, ഒരുവൻ ചവച്ച് അതിലെ നീരെല്ലാം എടുത്ത് ചണ്ടിയായിട്ട് തുപ്പിക്കളയും. ആ തുപ്പിക്കളഞ്ഞതിനെ എടുത്ത് വേറൊരാളെടുത്ത് വീണ്ടും എടുത്ത് വായിലിട്ട് ചവച്ച് ഇറക്കുന്നതിനെയാണ് പുനഃചർബിത പുനർചർബിത ആണ് എന്ത് പറയുന്നത്? പരദൂഷണം എന്ന് പറയും. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു? നമ്മുടെ അത്യാർത്ഥി, ആസക്തി, അസൂയ, അപ്പം ക്രോധം, ലോഭമാണ് ഗീഡ്, ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ അർജുന മാറ്റി നിർത്തണം. എന്തിനു വേണ്ടിയിട്ട്? ആത്മാവിനെ പരമാത്മാവിലേക്ക് കണക്ട് ചെയ്യാൻ, അതിന് യാഥാർത്ഥ്യമായ ഓതന്റിക് ആയിട്ടുള്ള ഒരു ഗുരുവിനെ സമീപിക്കണം. അങ്ങനെ സമീപിച്ച് ആ ഗുരു പറഞ്ഞ രീതിയിലൂടെ ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇപ്പൊ നടക്കുന്ന പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മധൈര്യം വീണ്ടും കിട്ടും. എടുത്തു പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ശരിയായ വാക്കല്ലേ? നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യം ആണോ? അല്ലേ? നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിക്കുന്നതിന് ഒരു അർത്ഥം വരും. നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏത് പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ശ്രീമദ് മഹാഭാരതത്തിലൂടെ വീണ്ടും വരികയാണ്, വീണ്ടും ഒരു ശ്ലോകത്തിലോട്ട് വരികയാണ്. എന്താ? 3:25-43 മൂന്നാമത്തെ സ്കന്ധം 25-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകത്തിലോട്ട് വന്നിട്ട് 3:25-43. കൊച്ചു വെളുപ്പാങ്കാലത്ത് എത്ര പുസ്തകം എടുത്ത് അടുത്ത് വെക്കണം, എത്ര പുസ്തകം എടുത്ത് നോക്കണം, ഇല്ലേ? ആണോ? അല്ലേ? വേറൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആണോ? അല്ലേ? 41-ാണ് 43-ാണ്? 43. 3:25-43. അതും പറഞ്ഞ് നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിന ഹേമായ പാദമൂലം മേ പ്രവേശന്തി അകുതോ ഭയം. ഹരേ കൃഷ്ണ. Translation Jai Shri Prabhupada. The yogi is equipped with transcendental knowledge and renunciation and engaged in devotional service for their eternal benefit. Take shelter of my lotus feet, and since I am the Lord, they are thus eligible to enter into the kingdom of Godhead without fear. Hare Krishna. മലയാള വാർത്തകൾ വായിക്കാൻ പറ്റും? എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? മലയാള വാർത്തനുണ്ടോ? 3-ാമത്തെ സ്കന്ധം 25 അധ്യായം 43-ാമത്തെ ശ്ലോകം. അങ്ങനെ യോഗിമാരെന്ന് പറയുമ്പോൾ എക്യുപ്ഡ് വിത്ത് ട്രാൻസെൻഡന്റൽ നോളജ്, പരമമായ ജ്ഞാനം കിട്ടിയവരെയാണ് യോഗി എന്ന് പറയുന്നത്. എന്ത് രസത്തിലാണ് ശ്രീല പ്രഭുപാദ സെന്റൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്യുപ്ഡ് വിത്ത് ട്രാൻസെൻഡന്റൽ നോളജ് ആൻഡ് റിനൗൺസിയേഷൻ.
പിന്നെന്താണ്? എൻഗേജ്ഡ് ഇൻ ഡിവോഷൻ സർവീസ്, ഭക്തിയുത സേവനത്തിലൂടെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുവന് എന്ത് കിട്ടും? എന്തായിരിക്കും ബെനഫിറ്റ്? ഭഗവാന്റെ തൃപ്പാദ പങ്കജങ്ങളിൽ എത്താൻ സാധിക്കും. എങ്ങനെ? ഭയമില്ലാതെ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന വേറൊരു വാക്ക് അഭയം എന്നൊരു വേറൊരു അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അഭയം പ്രാപിക്കുക, ആശ്രയം പ്രാപിക്കുക. നമുക്ക് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയം സാധിച്ചു കഴിഞ്ഞാൽ പ്രഭു അതാണോ ശരണാഗതി എന്ന് പറയുന്നത്? പ്രഭു ശരണാഗതി, അതാണ് ആദ്യമേ വായിച്ചത് 1866. സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജ. ഹരേ കൃഷ്ണ മാതാജി, ശ്രദ്ധയോടെ ഇരിക്കുന്ന അർത്ഥം. വായിച്ചാട്ടെ. അപ്പം 35 എത്ര പ്രഭു? 43. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ പ്രഭു. വായിച്ചാട്ടെ. വിവർത്തനം പാവാർത്താണ് സാർ പ്രഭു. വിവർത്തനം മാത്രം. വിവർത്തനം. ഹരേ കൃഷ്ണ. വീട്ടിൽ നിന്ന് ഹോംവർക്ക് ആയിട്ട് വായിക്കാനുള്ളതാ, ഇത് വെറുതെ കളയാനുള്ളതാ, സ്ഥാനമല്ല ഇതൊക്കെ കേട്ടോ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. പ്രഭു ഒരു ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കട്ടെ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ജ്ഞാന വൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിന ക്ഷേമായ പാദമൂലം മേ പ്രവിശന്ത്യ കുതോപയം. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. യോഗികൾ അതീന്ദ്രിയ ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടി അവരുടെ ശാശ്വതമായ പ്രയോജനത്തിനു വേണ്ടി ഭക്തിയുത സേവനത്തിൽ മുഴുകി എന്റെ പാദപങ്കജങ്ങളിൽ അഭയം പ്രാപിക്കുകയും ഞാൻ ഭഗവാനായതിനാൽ അങ്ങനെ ചെയ്യുന്നത് മൂലം അവർ നിർഭയരായി ഭഗവത് ധാമത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. എത്ര സുന്ദരമാണ്! അങ്ങനെ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വാഞ്ചാകൽപതരൂപ്യ കൃപാസിന്ധുഭ്യോ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമുക്ക് ജീവിതത്തിൽ ഭയമില്ലാതെ മുന്നോട്ട് പോകാനും ആ രീതിയിൽ ജീവിക്കാൻ നമുക്കൊരു ഗുരു ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുവഴി എല്ലാം മാറി ധൈര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ?